സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻകൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻകൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പരിരാലപ്പഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമ്മതി സർഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ഓം ശാന്തി. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ഇന്ന് നമുക്ക് പാലക്കാട് നമ്മുടെ ബ്രഹ്മകുമാരീസ് ശിവജ്യോതി ഭവൻ എന്ന് പറയുന്ന പാലക്കാട് മലപ്പുറം ജില്ലകളുടെ ഈ മുഖ്യ ആസ്ഥാന മന്ദിരത്തിൽ പ്രത്യേകിച്ച് ഈശ്വരൻ്റെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള അനുഗ്രഹീതരായ ഈശ്വരൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശ്വരൻ്റെ മടിയിലിരിക്കുന്ന ഭാഗ്യശാലികളായ താങ്കളെ ആത്മാക്കളെ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ താങ്കൾക്ക് വേണ്ടി ഇവിടെ ഒരു പ്രത്യേകമായ ഒരു പ്രോഗ്രാം ഇവിടെ ആദ്യമായിട്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ താങ്കളെല്ലാവരും എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും താങ്കളെല്ലാവരെയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഈശ്വരീ വിശ്വവിദ്യാലയത്തിൻ്റെ നാമത്തിൽ വിശ്വവിദ്യാലയത്തിൻ്റെ മുഖ്യ സഞ്ചാലികയായ ബ്രഹ്മകുമാരി മീന ബഹൻജിയുടെ നേതൃത്വത്തിലാണ് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചത്. സിസ്റ്റർ ഒരു സങ്കല്പമായിരുന്നു, താങ്കളെല്ലാവരെയും വിളിച്ച് ഈശ്വരൻ്റെ സന്ദേശം നൽകണം, താങ്കൾക്കെല്ലാവർക്കും അനുഗ്രഹീതരായ താങ്കളെല്ലാവരെയും ഇവിടെ അനുമോദിക്കണം, അഭിനന്ദിക്കണം. കാരണം താങ്കളെല്ലാവരും സാധാരണക്കാരല്ല അല്ലെ, സാധാരണക്കാരിൽ നിന്നും ഉയർന്നവരായിട്ടുള്ള ഭാഗ്യശാലികളായിട്ടുള്ള ഈശ്വരൻ്റെ ഹൃദയത്തിലിരിക്കുന്ന അനുഗ്രഹീതരായിട്ടുള്ള വിശേഷ രത്നങ്ങളാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ താങ്കളെല്ലാവരെയും ഇവിടെ കൊണ്ടുവരാനായിട്ട് നിമിത്തമായവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രോഗ്രാം ഇവിടെ ഇന്ന് നമുക്ക് ഈശ്വരൻ്റെ ഭവനത്തിൽ താങ്കളെല്ലാവർക്കും നല്ലൊരു അനുഭവം ഉണ്ടാക്കിത്തരാൻ വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സോ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള താങ്കളെല്ലാവരെയും, എൻ്റെ ആത്മീയ സഹോദരി സഹോദരന്മാരെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഈശ്വരൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ഓം ശാന്തി.
നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പറയാം. ഓ ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി. വേദിയിലിരിക്കുന്ന സമാദരണീയരായ സർവശക്തിവാൻ ഭഗവാനെ പോലെ സർവർക്കും സഹായികളും ആശ്വാസവുമേകുന്ന സാന്ത്വനകരങ്ങളായി അനേകർക്ക് ജീവിതം കൊടുക്കുന്ന ബഹുമാന്യരായ വിശിഷ്ടാതിഥികൾ, സദസ്സിലിരിക്കുന്ന എൻ്റെ ആത്മബന്ധുക്കളെ, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളാണ് ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ടവർ. അറിയൂ നിങ്ങൾക്ക് എന്താ കാരണം? പറയൂ. നിങ്ങളോടാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്താണെന്നറിയോ കാര്യം? എന്താ കാരണം? ആര് പറയും? ആര് പറയാ? എന്തുകൊണ്ടാണ് ഈശ്വരന് കൂടുതൽ സ്നേഹം നിങ്ങളോട്? നിങ്ങളുടെ ഉള്ളിൽ ഈ ലോകത്തിലെ കറ കുറവാണ്. നിങ്ങളുടെ ഉള്ളിൽ ഭഗവാനെ പോലെ ശുദ്ധി കൂടുതലാണ്, സത്യത കൂടുതലാണ്. കാരണം നമ്മുടെയൊക്കെ കൈയും കാലും കണ്ണും എല്ലാം ആരോഗ്യമുള്ളതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ അവയവങ്ങളിലൂടെ ഈ ലോകത്തിലെ എല്ലാ വേണ്ടാത്തതും കുറച്ചത് എടുക്കുന്നുണ്ട്, വേണ്ടുന്നതിൻ്റെ കൂടെ വേണ്ടാത്തതും എടുക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും പരമഭാഗ്യശാലികളാണ്. എന്തുകൊണ്ടെന്നാൽ ഭഗവാനെ പോലെ നിങ്ങളുടെ ഉള്ള് കളങ്കമില്ലാത്തതാണ്. അതുകൊണ്ട് ദൈവത്തിന് സമാനമായ മഹാനാത്മാക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. കാരണം ഈശ്വരൻ ആരോടാണ് ഏറ്റവും കൂടുതൽ പ്രിയമെന്നറിയൂ? ആരിൽ സത്യതയുണ്ടോ, ആരിൽ ശുദ്ധിയുണ്ടോ, അവിടെ ഭഗവാൻ നിവസിക്കുന്നു എന്നാണ് പറയണേ, അല്ലേ? ഈശ്വരൻ അവിടെയാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ശുദ്ധി കൂടുതലാ. നമ്മൾ നല്ലതും കാണും, വേണ്ടാത്തതും കാണും. അപ്പം നമ്മുടെ ഉള്ളിൽ നല്ലതും കയറും, വേണ്ടാത്തതും കയറിക്കൂടും. അപ്പം നിങ്ങൾ എത്ര പരമഭാഗ്യശാലികളാണ്, അല്ലേ? അവരവരുടെ ഭാഗ്യത്തിന് വേണ്ടി ഒന്ന് കൈയടിച്ചോളൂ എല്ലാവരും. നമ്മളാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യശാലികൾ. എനിക്ക് 4 മാസവുമായി ഇവിടെ എന്നും ഈശ്വരനെ ഓർക്കും. സാധാരണ എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ രാവിലെ ഞാൻ 7 മണിക്കൊക്കെ എണീക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവിടെ വരുന്നതിന് മുന്നേ. അതുപോലെ സീരിയൽ 6 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ രാത്രി 10 വരെ സീരിയൽ കാണും. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിത രീതി. അതേ സ്ഥലം ഇവിടെ വന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ ഞാൻ TV എന്ന് പറയുന്ന സാധനമേ നോക്കാറില്ല. രാവിലെ എണീക്കുന്നത് 3 മണി. എങ്ങനെയായാലും അത് ഉണരും. അലാരും ഒന്നും എനിക്ക് വേണ്ട, ഉണരും. അപ്പം കുട്ടികൾ പറയും, എന്തിനാണ് നമ്മൾ ഇത്ര നേരത്തെ എണീക്കുന്നതെന്ന് പറയും. ഞാൻ എണീച്ചൊരു 3:30 ഫ്രഷായ ശേഷം ഒരു 3:30 ഇരുന്ന് കഴിഞ്ഞാൽ 4:45 വരെ മെഡിറ്റേഷൻ ചെയ്യും. അതിന് നല്ല എന്താ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് എനിക്ക് മനസ്സിന് സന്തോഷവും എല്ലാം കൊണ്ടും ഉണ്ട്. അത് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ജോലി തീർന്ന 6:30 6:45 വീണ്ടും ഞാൻ ഇരിക്കും. ഒരു 8-8:30 വരെയൊക്കെ ഇരിക്കും. ഞാൻ ഈ ശ്രീവിദ്യാലയത്തിൽ വന്നിട്ട് 10 വർഷത്തോളമായി. ഞാനൊരു ടൈലറാണ്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പ്രവേശത്താണ് എൻ്റെ കട സ്ഥാപനമുള്ളത്. അവിടെ നിന്ന് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇവിടെ തോന്നിക്കുന്നില്ല. എൻ്റെ ഈ ശരീരം വെച്ചുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. എല്ലാം ഭഗവാൻ എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നുണ്ട്. എല്ലാത്തിലും ഞങ്ങൾ കുടുംബം എല്ലാവരും സന്തോഷത്തോടു കൂടി വരുന്നുണ്ട്. ഡെയിലി മുരളി കേൾക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. എല്ലാം സന്തോഷത്തോടു കൂടി നീങ്ങുന്നു. ഓം ശാന്തി. മെഡിറ്റേഷൻ ചെയ്യാനും മുരളി കേൾക്കാനും തുടങ്ങി. ഭയങ്കര പേടി എനിക്ക്. എൻ്റെ മുന്നേ ആരെ മരിച്ചാലൊക്കെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയേനും.
ഒറ്റയ്ക്ക് എവിടെയും പോകാനും പേടിയായിരുന്നു. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഭയം ഇല്ലാതെ ആയത്. അങ്ങനെ ഇവിടെ ബായിനെ വിളിച്ചു, സെൻറ്ററിൽ നമ്പർ ബാലുശ്ശേരി സിസ്റ്റർ നമ്പർ തന്ന് അവിടെ പോയി ക്ലാസ് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അറിയുന്നത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സെൻറ്ററും 2 മാസമായി തുടങ്ങിയിട്ട്. അങ്ങനെ അവിടെ സ്ഥിരമായിട്ട് കൊറോണ സമയം വരെ ക്ലാസ്സിന് പോയിരുന്നു. പിന്നെ പോകാൻ പറ്റിയില്ല. ഓരോ പ്രശ്നം ഓരോ പേപ്പർ വന്നു ജീവിതത്തിൽ. അങ്ങനെ ഇവനെനിക്ക് മോനെ 9 വയസ്സുള്ളപ്പോഴാണ് ഇവനെനിക്ക് കിട്ടുന്നത്. അങ്ങനെ ആദ്യമൊക്കെ പറഞ്ഞാലോ കേൾക്കാനും ഒരു ഇതായിരുന്നു. പിന്നെ നല്ല ഇതാണ്. എവിടെ പോവുകയാണെങ്കിൽ ഓനെ എവിടെ കൂട്ടി കൊണ്ടുപോവുക, അതാണ് അവന് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ശാന്തി. അപ്പോൾ കുറച്ച് വർഷമായിട്ട് ഈ രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20 വർഷത്തോളമായി. ഈ വിഷയം നമുക്ക് സംസാരിക്കാൻ ഇത്ര താല്പര്യമില്ലാത്തതാണ്. പക്ഷേ സിസ്റ്റർ പറഞ്ഞു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പറയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പണ്ടേ മുതൽക്ക് ചെറുപ്പം മുതലേ ഒരു അവയങ്ങൾ കുറച്ച് വീക്കാണ്, ഒരു അംഗം ദിവ്യമാണ്. അപ്പോൾ നമുക്ക് ഈ വാക്ക് ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ, വികലാംഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനേ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നില്ല. ചെറുപ്പം മുതലേ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു വാക്ക് നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നില്ല. എല്ലാവരും നമ്മളോട് പറയും, പക്ഷെ നമുക്കത് പക്ഷെ ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനെന്ന ഒരു ആഗ്രഹം വരാറുണ്ട്. എന്തുകൊണ്ട് ചിലപ്പോൾ ആ വാക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ദിവ്യ അംഗം എന്ന് വന്നി, ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് എന്ന് പറയും, അല്ലെങ്കിൽ ഭിന്നശേഷികൾ എന്ന് പറയും. നമുക്ക് എന്തോ ഒരു അവയവങ്ങളുണ്ട്, ആ അവയവങ്ങൾ വിശിഷ്ടമാണ്, ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, അത് ചെറുപ്പം മുതലേ നമ്മളോട് പറഞ്ഞതാണ്. ഡോക്ടർ 7 വയസ്സ് 8 വയസ്സാവുന്ന ഓർമ്മയൊന്നുമില്ല, അച്ഛനമ്മമാർ പറയാറുണ്ട്. അതായത് ഈ കുട്ടിക്ക് കൂടുതൽ പഠിപ്പിക്കൊന്നും വേണ്ട, സ്കൂളിലൊന്നും പറഞ്ഞേക്കണ്ട, പറഞ്ഞേച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എല്ലാവരും കൂടി ഇരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അവരെന്തോ നമ്മളെ അയച്ചു. അപ്പോൾ ആ സമയത്ത് തന്നെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു, ഈശ്വരനെ ഓർമ്മിച്ചായിരുന്നു. പഠിത്തത്തിലൊക്കെ എല്ലാം ഭംഗിയായിട്ട് പോയി. ഈ ഇങ്ങനെ ഒരു അവയവങ്ങൾ ദിവ്യമാണെന്ന് പറയേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഏകദേശം 20 വർഷം മുമ്പേ നമുക്ക് ഈ ജ്ഞാനം കിട്ടിയത്, നോളജ് കിട്ടിയത്. അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ അത് തിയോറിറ്റിക്കൽ ക്ലാസ് മുഴുവൻ എടുത്തു കഴിഞ്ഞു. ഈ 20 വർഷമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And others on the stage. And ഞാൻ വാട്സപ്പിലൂടെയാണ് ഇതൊക്കെ കേൾക്കുന്നതും എല്ലാം ചെയ്യുന്നതും. വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ബട്ട് രാവിലെ അമൃതവേള, പിന്നെ മെഡിറ്റേഷൻ, അതായത് അസോസിയേറ്റഡ് തിങ്സ് അങ്ങനെ കേൾക്കും. പിന്നെ മീനാബേൻ അവരെ 1-2 പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ട്, സംസാരിച്ചു, കുറച്ച് ബുക്സ് വായിച്ചു, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള പല ഡ്രോബാക്സും ഉണ്ടാവും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഓക്കെ. ഓം ശാന്തി. ഓം ശാന്തി. ഞാൻ കടമ്പഴിപ്പുറത്തുനിന്നാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ 7 പേരാണ് ഇതിൻ്റെ ആളുകളായിട്ട് വന്നിട്ടുള്ളത്. 2005 മുതലൊക്കെ ഞാൻ ഈ തിരിച്ചറിവിൽ പങ്കെടുത്തിട്ടുണ്ട്, ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നും ഞങ്ങൾ കുറേ പേര് കടമ്പഴിപ്പുറം കേന്ദ്രത്തിൽ ക്ലാസ്സിൽ അവിടെ സെൻറ്റർ തുടങ്ങിയപ്പോൾ അതിൽ ഞങ്ങളൊരു 3 വർഷത്തോളമൊക്കെ ക്ലാസ്സിൽ ചെന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് പോകാനുള്ള പ്രയാസം കൊണ്ടും അങ്ങനെയൊക്കെ ആയപ്പോൾ അവിടുത്തെ ബ്രദർ എറണാകുളത്തേക്ക് മാറുകയൊക്കെ ചെയ്തപ്പോൾ അതിന് ശേഷം പിന്നെ അങ്ങനെ പോകാറില്ലായിരുന്നു. അന്ന് നമുക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു പ്രവൃത്തിയിലും ഭഗവാന്റെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഇത്രയും ബഹുമാനപ്പെട്ട പ്രജാപതി ബ്രഹ്മകുമാരി മീന ബഹൻ, എൻ്റെ സാദര നമസ്കാരം. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭിന്നശേഷി വ്യക്തികളെ, നിങ്ങളെ ഞാൻ ആദരപൂർവ്വം നമസ്കരിക്കുന്നു.
അവരുടെ കൂടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷകർത്താക്കൾ, അവരെയാണ് അതിനേക്കാൾ ഉപരി ഞാൻ ആദരിക്കുന്നതും കുമ്പിടുന്നതും. പിന്നെ ഇവിടെ ഈ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഈ മേഖലയിൽ സേവനം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ മേഖലയിൽ തന്നെ ഉൾപ്പെട്ട എല്ലാ വ്യക്തികളും ഞാൻ എൻ്റെ നമസ്കാരം അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ശാന്തി ബ്രഹ്മകുമാരി അസം, അതുപോലെ നമ്മുടെ പാലക്കാട് ജില്ലയിലും സംസ്ഥാനപരമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന DAPA സ്നേഹക്കൂട്ടായ്മ സംഘടനാ പ്രസിഡന്റ് സ്ഥാനം നമ്മൾ ഏതാണ്ട് 10 വർഷത്തോളം ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സംഘടനാ രജിസ്ട്രേഷൻ കിട്ടിയിട്ട് 5 വർഷം പൂർണ്ണമായി. എല്ലാവർക്കും നമസ്കാരം. ശിവജ്യോതി ബ്രഹ്മകുമാരീസിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാഗമായി ഇന്ന് നമുക്കിവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ ആദ്യം തന്നെ ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ മീന സിസ്റ്ററെ ഞാൻ ഒരുപാട് തവണ യൂട്യൂബിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മനസ്സിനിക്ക്, അതായത് ആളുടെ ഓരോ വാക്കുകളും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പം നമുക്കതൊരു നല്ല തണുപ്പ്, മനസ്സിലേക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ വിചാരിച്ചു ഇവിടെ ആദ്യം എല്ലാവരും വരണം, നമ്മൾ പ്രത്യേകിച്ച് എല്ലാവരും വരൂ എന്നൊക്കെ പറയും. പക്ഷേ ഇത്ര ഗംഭീരമായ ഒരു സ്വീകരണമാണ് മീന സിസ്റ്റർ നമുക്ക് തരുന്നതെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തായാലും ആശ്വാസഭവൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ബാക്കി എല്ലാവരും വന്നവർക്കും എല്ലാവർക്കും നല്ലൊരു സന്ദേശം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കെന്താണ്, ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. ഈശ്വരൻ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് മുന്നേറാൻ സാധിക്കുന്നുള്ള ആ ഒരു ഇത് ഇനിയിപ്പോൾ നമുക്ക് ആശ്വാസമല്ല എല്ലാ ഓരോ കുഞ്ഞുങ്ങൾക്കും ഒന്നും കൂടി ഞങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് അവരെ ആ ധൈര്യവും എല്ലാ കാര്യത്തിലും മുന്നോട്ട് വരാനുള്ള നമ്മൾ പരിശീലനം ഒന്നുകൂടി നൽകുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ ഇവിടെ എന്താണ് നടക്കാൻ പോണതെന്നുള്ള ആ ഒരു ഇത് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ മീന മാഡത്തിൻ്റെ ആ ക്ലാസ് എടുത്ത ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ശരിക്കും ടെൻഷനോടെ വന്നാളുമ്പോഴും ഇതിൻ്റെ ഈ ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സ് ഒരു റിലാക്സ് ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ കരുതിയത്. എനിക്ക് അവർ സംസാരിച്ച രീതി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ വന്ന് എത്തിച്ചേരുന്ന എല്ലാവർക്കും, എന്തായാലും ഈ ക്ലാസ് കേൾക്കാനായിട്ട് നമ്മുടെ ഒപ്പം എല്ലാവരും വന്നവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിലും നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം. പിന്നെ മീന സിസ്റ്റർ പറഞ്ഞ മാതിരി ഈശ്വരൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നും ആ വിശ്വാസത്തിൽ ജീവിക്കണമെന്നും പറഞ്ഞതും എനിക്ക് വളരെയേറെ മനസ്സിന് തട്ടിയൊരു കാര്യമാണ്. എന്നും ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം ശാന്തി. നിങ്ങൾ കുറേ വിദ്യാലയങ്ങളിൽ പോയിട്ടുണ്ടല്ലേ? ഈ വിദ്യാലയം എന്താണെന്നറിയോ? ഈശ്വരനെ അറിയാനുള്ളൊരു വിദ്യാലയമാണ്. അപ്പോൾ നമ്മുടെ ശിവജ്യോതി ഭവൻ്റെ പേര് തന്നെ ഈശ്വരീയ വിദ്യാലയം എന്നാണ്. നമ്മളെല്ലാ അമ്പലത്തിലും പോകൂലേ? പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയാൻ കഴിയാൻ ഇവിടെ വരണം. ഞാൻ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ്. മീന സിസ്റ്ററിലൂടെയാണ് ഞാൻ എന്നിലുള്ള ഈശ്വരനെ തിരിച്ചറിഞ്ഞതും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളെ എല്ലാവരും പറഞ്ഞു ഭിന്നശേഷി എന്നല്ലേ? പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാം സ്പെഷ്യലി ഏബിൾഡാണ്. എല്ലാവരിലും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ട്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെ സ്പെഷ്യലി ഏബിൾഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആർക്കും ഒരു കുറവും ഇല്ല. ദൈവം അറിയാതെ ഒരു സൃഷ്ടിയും നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിലുള്ള ഈശ്വരാംശത്തെ തിരിച്ചറിയാൻ മീന സിസ്റ്റർ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം എല്ലാവരും അതുപോലെ ചെയ്യുമല്ലേ? परिवर्तन का उमंग है, उत्सव है ये खुशियों का, लाएंगे सतयुग यहाँ, यही लक्ष्य है अब जीवन का। नव वर्ष का आगाज है, संगम है दो युगों का,
बाबा भी संग है, लागे नया ये जहां। नई उड़ाने हैं, नए तराने हैं, नई नई है ये फिजा। नया उमंग है, बाबा भी संग है, लागे नया ये जहां। सबका तू सहारा, ले हिम्मत और चल दे, जिता दे जो है हारा। बाबा का है इशारा, बन सबका तू सहारा, ले